+1 revision series 6. U is equal to set of all x is that x is an integer minus 2 less than x less than or equal to 4. A is equal to set of all x is that x is a natural number x less than 4. B is equal to set of all x is that x is a prime number x less than 5. C is equal to set of all x is that x element of z x square minus 2x minus 3 is equal to 0. Write A, B, C in roster form. Second part, find A union B, B intersection C and A difference C. Third part, verify that A union B the whole dash is equal to A dash intersection B dash. ഈ പ്രോബ്ലത്തിൻ്റെ ഒന്നാമത്തെ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് യു എ ബി സി എന്നിവയെ റോസ്റ്റർ ഫോമിൽ എഴുതാനാണ്. യു ഈസ് ദ സെറ്റ് ഓഫ് ഓൾ x is that x is an integer minus 2 less than x less than or equal to 4. x ഒരു ഇൻറ്റിജർ ആണ്. ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് വരും, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് സീറോയും വരും. പക്ഷേ -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. എക്സ് -2നും +4നും ഇടയ്ക്കാണ്. -2 ഇൻക്ലൂഡഡ് അല്ല, ഈക്വൽ ടു എന്നില്ല, പക്ഷേ 4 ഇൻക്ലൂഡഡ് ആണ്. ദെർഫോർ യു ഈസ് സെറ്റ് -1 0 1 2 3 4. ഇവിടെ ഓർക്കേണ്ട കാര്യങ്ങൾ, ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇൻറ്റിജേഴ്സും പോസിറ്റീവ് ഇൻറ്റിജേഴ്സും വരും. ഈക്വൽ ടു ഉണ്ടെങ്കിൽ മാത്രമേ ആ ഇൻറ്റിജർ ഇൻക്ലൂഡ് ചെയ്യാവുള്ളൂ. ഇവിടെ -2 ഇൻക്ലൂഡഡ് അല്ല, പക്ഷേ 4 ഇൻക്ലൂഡഡ് ആണ്. എ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ എക്സ് ലെസ് ദാൻ 4. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ കൗണ്ടിങ് നമ്പേഴ്സ് 1 2 3 4 എക്സെട്ര ആണ്. പക്ഷേ എക്സ് 4ൽ താഴെയാണ്, 4 ഇൻക്ലൂഡഡ് അല്ല. എ ഈസ് സെറ്റ് 1 2 3. നൗ ബി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് ദാറ്റ് എക്സ് ഇസ് എ പ്രൈം നമ്പർ എക്സ് ലെസ് ദാൻ 5. 5ൽ താഴെയായ പ്രൈം നമ്പേഴ്സ് 5 ഇൻക്ലൂഡഡ് അല്ല. ദെർഫോർ 2 3. C is the solution set of the equation x square minus 2x minus 3 is equal to 0. x square minus 2x minus 3 is equal to 0 എന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ സെറ്റാണ് C. അത് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. ഫാക്ടറൈസേഷനാണ് ഈസി. പക്ഷേ എല്ലാവരും -b പ്ലസ് ഓർ മൈനസ് √(b square minus 4ac whole divided by 2a എന്ന ഇക്വേഷൻ ചെയ്യുന്നത് കൊണ്ട് ഞാനും അത് ചെയ്യുവാണ്. a1, b is the coefficient of x -2, c is -3. Therefore -b is +2 plus or minus √(b square minus 4 into a into c divided by 2a. That is 2 plus or minus √(4) minus into minus plus 12 divided by 2 plus or minus √16 4 by 2. 2 plus 4 6 by 2 minus 2 by 2. Therefore 3 minus 1. C is set 3 minus 1. ഇതാണ് ഫസ്റ്റ് പാർട്ട്. യു എ ബി സി എന്നിവയെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതി. First part, we have to find A union B. Union means set of all elements in A or B. എയിലും ബിയിലും ഉള്ള എല്ലാ എലമെൻസും ചേർത്ത് എഴുതുക. 1 2 3. എയിലെ എല്ലാം എഴുതി, ബിയിലെ 2ഉം 3യും എഴുതണം. പക്ഷേ അത് റെപ്പറ്റേഷൻ ആയതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എല്ലാ എലമെൻസും യൂണിയൻ ചെയ്ത് എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി ഇൻ്റർസെക്ഷൻ സി. ബി ഇൻ്റർസെക്ഷൻ സി, ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ എലമെൻറ്റ്സ്. ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് സെറ്റ് 3. എ ഡിഫറൻസ് സി. എ ഡിഫറൻസ് സി എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് സിയിലെ എലമെൻറ്റ്സ് കളയുക. എയിൽ നിന്ന് സിയിലെ എലമെൻറ്റ്സ് കളയുക. എയിൽ 1 2 3 3 എലമെൻറ്റ്സ് ആണുള്ളത്. അതിൽ നിന്ന് സിയിലെ എലമെൻറ്റ്സ് കളയുക. Therefore a minus c is set to 1 2. 3 സിയിലുള്ളത് കൊണ്ട് കളഞ്ഞു. ഓക്കെ. In the third part we have to verify that A union B the whole dash is equal to A dash intersection B dash. First of all we have to find LHS.
LHS is A union B the whole dash. എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് കണ്ടുപിടിക്കാനായിട്ട് യുവിൽ നിന്ന് എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സ് കളയുക. യുവിൽ നിന്ന് എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സ് കളയുക. യുവിൽ -1 0 1 2 3 4 ഇത്ര എലമെൻറ്റ്സ് ആണുള്ളത്. അതിൽ നിന്ന് എ യൂണിയൻ ബിയിലെ 1ഉം 2ഉം 3ഉം കളയുക. യുവിൽ നിന്ന് എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സ് കളയുമ്പോൾ -1 0 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ LHS. നൗ RHS ഈസ് A dash intersection B dash. First of all we have to find A dash. യുവിൽ നിന്ന് എയിലെ എലമെൻറ്റ്സ് കളയുക. എയിൽ 1 2 3 ആണുള്ളത്. അത് കളയുമ്പോൾ -1 0 4 എന്ന് വരും. ബി ഡാഷ് കിട്ടാൻ യുവിൽ നിന്ന് ബിയിലെ എലമെൻറ്റ്സ് ആയ 2ഉം 3ഉം കളയുക. -1 0 1 4. Now എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുമ്പോൾ എ ഡാഷിലെയും ബി ഡാഷിലെയും കോമൺ എലമെൻറ്റ്സ് -1 0 4. Therefore LHS is equal to RHS. ശ്രദ്ധിക്കുക, യൂണിയൻ കണ്ടുപിടിക്കാൻ രണ്ട് സെറ്റിലെയും എല്ലാ എലമെൻറ്റ്സും റെപ്പറ്റീഷൻ ഇല്ലാതെ എഴുതുക. ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ കോമൺ എലമെൻറ്റ്സ് എഴുതുക. ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് സെറ്റിൽ നിന്ന് സെക്കൻഡ് സെറ്റിലെ എലമെൻറ്റ്സ് കളയുക. കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കാൻ യുവിൽ നിന്ന് ആ സെറ്റിലെ എലമെൻറ്റ്സ് കളയുക. ഓക്കെ. ഇഫ് കോട്ട് x is equal to 3/4 and x lies in the third quadrant, find the values of other 5 trigonometric functions. Cot x is equal to 3/4 and x lies in the third quadrant. നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. ഇതിൽ ഈ ആംഗിൾ എക്സ് ആയിട്ട് എടുക്കാം. വി നോ ദാറ്റ് കോട്ട് x ഈസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. Therefore 3/4. 3 represents the adjacent side of the angle and 4 represents the opposite side of the angle, because cot x is equal to adjacent side by opposite side. Now ഈ സൈഡ് നമുക്ക് എന്ന് എടുക്കാം. ബൈ പൈതഗോറസ് തിയറം 3² + 4² is equal to a² implies a² is equal to 25, a is equal to 5. ഓക്കെ. ഇനി ഈ തേർഡ് ക്വാഡ്രൻറ്റിലെ ഓരോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെയും ചിഹ്നം അഥവാ സൈൻ നമുക്ക് നോക്കാം. അത് നമുക്കൊരു ക്രോസ് വരച്ചിട്ട് ASTC എന്ന് മാർക്ക് ചെയ്യാം. തേർഡ് ക്വാഡ്രൻറ്റിലെ ടാനും കോട്ടുമാണ് പോസിറ്റീവ്. ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും നെഗറ്റീവാണ്. ഫോർ സൈൻ എക്സ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ hypotenuse, that is opposite side is 4, hypotenuse is 5, and sin x is negative in the third quadrant. Therefore sin x is negative 4/5. Now cos x is adjacent side by hypotenuse. ഈ ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് 3 ആണ്. ഹൈപ്പോട്ടന്യൂസ് ഇസ് 5 ആൻഡ് കോസ് എക്സ് ഈസ് നെഗറ്റീവ് ഇൻ ദ തേർഡ് ക്വാഡ്രൻറ്റ്. ദെർഫോർ -3/5. ടാൻ എക്സ് ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് കോട്ടെക്സ്. കോട്ടെക്സിൻ്റെ റെസിപ്രോക്കലാണ്. ദെർഫോർ 4/3. ഇനി ബാക്കി ആംഗിൾസ് കണ്ടുപിടിക്കാൻ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് റെസിപ്രോക്കൽ എടുത്താൽ മതി. കൊസീക് എക്സ് ഈസ് റെസിപ്രോക്കൽ ഓഫ് സൈൻ എക്സ്, ദാറ്റ് ഈസ് -5/4. കോസ് എക്സ് സീക്ക് എക്സ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് കോസ് എക്സ്, ദാറ്റ് ഈസ് -5/3. ആൻഡ് കോട്ട് എക്സ് ഈസ് ഗിവൺ. Therefore sin x is -4/5, cos x is -3/5, tan x is 4/3. Cosec x is -5/4, sec x is equal to -5/3. Okay. Find the value of sin -11π/3. Sin -11π/3. We know that sin minus theta is minus sin theta. Therefore, sin -11π/3 is minus sin 11π/3.
This is equal to minus sine 11 into 180 by 3 pi is 180, that is 660. മൈനസ് സൈൻ 660 ഡിഗ്രി മെഷർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. റേഡിയൻ മെഷർ വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ടാണ് പൈക്ക് 180 കൊടുത്ത് ഡിഗ്രി മെഷറിലാക്കിയത്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ 660 നമുക്ക് n ഇൻറ്റു 90 പ്ലസ് ഓർ മൈനസ് തീറ്റ ഫോമിൽ എഴുതാം. 7 ഇൻറ്റു 90 പ്ലസ് 30. 7 into 90 plus 30 is 660. 7 into 90, 630 plus 30 is 660. This is equal to minus 7 is an odd number, therefore the corresponding function cos 30. Sin in the corresponding function cos ആണ്. 7 ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ടാണ് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എഴുതിയത്. ഈവൻ നമ്പർ ആണെങ്കിൽ സെയിം ഫംഗ്ഷൻ തന്നെ എഴുതണം. അതിനുശേഷം നമുക്കിതിൻ്റെ സൈൻ നോക്കാം. അതിനെ നമ്മൾ ASTC മാർക്ക് ചെയ്തു. ഈ 660 ഡിഗ്രി ഏത് ക്വാഡ്രൻറ്റിൽ വരുമെന്ന് നോക്കാം. 0 ഇൻറ്റു 90, 1 ഇൻറ്റു 90 is here, 2 ഇൻറ്റു 90, ഇവിടെ 3 ഇൻറ്റു 90, ഇവിടെ 4 ഇൻറ്റു 90, 5 ഇൻറ്റു 90, 6 ഇൻറ്റു 90, 7 ഇൻറ്റു 90 ഇവിടെ വരും. പ്ലസ് 30 എന്ന് പറയുമ്പോൾ മുമ്പോട്ട് പോയി. മുമ്പോട്ടെന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ വരും. In the fourth quadrant, cos and sec are positive. The question sign is negative. Therefore, the answer is also negative. Sin 660 നെഗറ്റീവ് ആണ്. കാരണം 660 ഡിഗ്രി ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. അവിടെ സൈൻ നെഗറ്റീവ് ആണ്. ഇത് ചോദ്യത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്ന നെഗറ്റീവ് സൈൻ ആണ്. ഈ രണ്ട് നെഗറ്റീവ് കൂടെ ചേരുമ്പോൾ cos 30 ആകും. ആൻഡ് cos 30 ഈസ് √3/2. Prove that cos 4x plus cos 3x plus cos 2x divided by sin 4x plus sin 3x plus sin 2x is equal to cot 3x. LHS is equal to cos 4x plus cos 3x plus cos 2x divided by sin 4x plus sin 3x plus sin 2x. ഇവിടെ CD ഫോർമുല അപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിൽ 3 ടേംസ് ആണ് ഉള്ളത്. CD ഫോർമുല അപ്ലൈ ചെയ്യാനായിട്ട് ഏതെങ്കിലും 2 സ്യൂട്ടബിൾ ആയിട്ടുള്ള ടേംസ് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരെണ്ണം C ആയിട്ടും മറ്റേത് D ആയിട്ടും എടുത്താൽ C+D/2 മൂന്നാമത്തേത് വരത്തക്ക വിധം, അല്ലെങ്കിൽ C-D/2 മൂന്നാമത്തേത് വരത്തക്ക വിധം നമ്മൾ സിയും ഡിയും സെലക്ട് ചെയ്യണം. അപ്പോൾ 4x C ആയിട്ടും 2x D ആയിട്ടും സെലക്ട് ചെയ്താൽ C+D/2 4x + 2x/2 ഈസ് 3x. അങ്ങനെ വരത്തക്കവണ്ണമാണ് സെലക്ട് ചെയ്യേണ്ടത്. താഴെയും 4x C ആയിട്ടും 2x D ആയിട്ട് സെലക്ട് ചെയ്യാം. നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. cos 4x plus cos 2x plus cos 3x divided by sin 4x plus sin 2x plus sin 3x. ജസ്റ്റ് അറേഞ്ച് ചെയ്തെഴുതി എന്നേ ഉള്ളൂ. And we know that cos C plus cos D is 2 cos C plus D/2 cos C minus D/2. Sin C plus sin D is 2 sin C plus D/2 cos C minus D/2. ആ റിസൾട്ട് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. cos C plus cos D is 2 cos C plus D/2 cos C minus D/2 plus cos 3x divided by, ഇത് C ആയിട്ട് ഇത് D ആയിട്ട് എടുക്കുക. sin C plus sin D is 2 sin C plus D/2 cos C minus D/2 plus sin 3x. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 2 cos 4x plus 2x 6x/2 is 3x. 4x minus 2x 2x/2 is cos x plus cos 3x divided by 2 sin 3x cos x plus sin 3x. Listen. In the numerator, cos 3x is common.
cos 3x into 2 cos x plus 1 divided by denominatoril sin 3x ആണ് കോമൺ. sin 3x into 2 cos x plus 1 cos x 2 cos x plus 1 2 cos x plus 1 cancel ആകും. cos 3x by sin 3x cos 3x divided by sin 3x that is cot 3x. That is the RHS. Prove by the principle of mathematical induction that 1 by 2 plus 1 by 4 plus 1 by 8 plus etc. plus 1 by 2 raised to n is equal to 1 minus 1 divided by 2 raised to n. Let P of n be the statement 1 by 2 plus 1 by 4 plus 1 by 8 plus etc. plus 1 by 2 raised to n is 1 minus 1 by 2 raised to n. Step 1. In step 1, we have to prove the result for n is equal to 1. n is equal to 1 in the left side. You have to take first term. n is equal to 1 left side first term എടുത്താൽ മതി. അതേസമയം റൈറ്റ് സൈഡിൽ n is equal to 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n-ൻ്റെ പ്ലേസിൽ 1 എന്ന് കൊടുക്കുക. Therefore 1 by 2 is equal to 1 minus 1 by 2. Therefore 1 by 2 is equal to 1 by 2, that is true. Therefore, P of 1 is true. Step 2. Assume that P of k is true. That is 1 by 2 plus 1 by 4 plus 1 by 8 plus etc. plus 1 by 2 raised to k is 1 minus 1 by 2 raised to k. P of k true ആണെന്ന് അസ്യൂം ചെയ്യാൻ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ n-ൻ്റെ സ്ഥാനത്ത് k എന്ന് കൊടുത്താൽ മതി. Now we want to prove that P of k plus 1 is true. P of k plus 1 പ്രൂവ് ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ ടേം P of kയുടെ രണ്ട് സൈഡിലും ആഡ് ചെയ്യണം. ആ ടേം കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യനിലെ LHSൻ്റെ ലാസ്റ്റ് ടേം എടുക്കുക. അതിനുശേഷം n-ൻ്റെ പ്ലേസിൽ k plus 1 കൊടുക്കുക. രണ്ട് സൈഡിലും ആഡ് ചെയ്യേണ്ട ടേം കിട്ടാനായിട്ട് ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ടേമിൽ n-ൻ്റെ പ്ലേസിൽ k plus 1 എന്ന് കൊടുക്കുക. കിട്ടിയ ടേം P of kയുടെ രണ്ട് സൈഡിലും ആഡ് ചെയ്തു. ലെഫ്റ്റ് സൈഡ് അപ്പോഴേക്കും കറക്റ്റ് ആവും. ഇനി റൈറ്റ് സൈഡ് കറക്റ്റ് ആക്കുക. റൈറ്റ് സൈഡ് കറക്റ്റ് ആക്കാൻ കറക്റ്റ് RHS എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ്റെ RHS 1 മൈനസ് 1 by 2 raised to n എന്നാണ്. അവിടെ n-ൻ്റെ സ്ഥാനത്ത് k plus 1 കൊടുത്താൽ റിക്വയർഡ് RHS കിട്ടും. 1 മൈനസ് 1 by 2 raised to k plus 1. ഇതാണ് RHS കിട്ടേണ്ടത്. നമുക്കിവിടെ 1 മൈനസ് എന്ന് കിട്ടാൻ വേണ്ടി മൈനസ് കോമൺ എടുക്കാം. 1 മൈനസ് 1 by 2 raised to k മൈനസ് 1 by 2 raised to k plus 1. ദാറ്റ് ഈസ് മൈനസ് കോമൺ എടുത്തപ്പോൾ ഫസ്റ്റ് ടൈം നെഗറ്റീവായിരുന്നു, അത് പോസിറ്റീവായി. സെക്കൻഡ് ടൈം പോസിറ്റീവായിരുന്നു, അത് നെഗറ്റീവായി. ഇനി ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള എക്സ്പ്രഷൻസ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അത് LCM എടുക്കുന്നതാണ് എളുപ്പം. നിങ്ങളെല്ലാവരും ക്രോസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. 2 raised to k plus 1 മൈനസ് 2 raised to k by 2 raised to k into 2 raised to k plus 1. LCM എടുത്താൽ വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. 1 into 2 raised to k plus 1 minus 2 raised to k divided by 2 raised to k into 2 1 minus 2 raised to k is common. Therefore 2 raised to k into 2 minus 1 by 2 raised to k into 2 raised to k plus 1. 2 raised to k കോമൺ എടുക്കുമ്പോൾ പിന്നെ 2 raised to 1 വരും. ഇവിടെ 1 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 2 raised to k 2 raised to k കട്ടാകും. 1 മൈനസ് 2 minus 1 is 1 by 2 raised to k plus 1. Therefore P of k plus 1 is true. Hence, by the principle of mathematical induction, the statement is true.